വീടിൻ്റെ വാർപ്പിന് വേണ്ടിയിട്ട് 10 കിലോ അരിയുടെ നെയ്ച്ചോറ് ബിരിയാണി വെച്ച വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ വലിയ ചെമ്പ് വെച്ചു. ചെമ്പിൽ എണ്ണ ചൂടാക്കാൻ വെച്ചു. എണ്ണ ചൂടാക്കാൻ വെച്ചുകൊണ്ട് അതിലേക്ക് ഉള്ളിയിട്ട് അത് വഴറ്റിയെടുക്കുകയാണ്. ഈ ഉള്ളി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണിയുടെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഉള്ളി ഉപയോഗിക്കുന്നത്. ഏകദേശം 1 കിലോ ഉള്ളിയിൽ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചൂടായ എണ്ണയിൽ വറുത്ത് ഏകദേശം ഒരു നല്ല ഒരു ചുവന്ന കളറ് കുറച്ച് കരിഞ്ഞാലും കുഴപ്പമില്ല. നന്നായിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അവസാനം ദമ്മിടുന്നതിൻ്റെ മുകളിൽ ബിരിയാണി. ഇതിപ്പോൾ നന്നായിട്ട് ഒരു വഴറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു ബ്രൗൺ കളറ് വിട്ട് ഒരു കറുത്ത കളറിലേക്ക് വരുന്നുണ്ട്. അത് നമ്മൾ കോരി മാറ്റി വെക്കുന്നു. ഇത് നമ്മൾ അവസാനം ഉപയോഗിക്കും. ഇതിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ചിലവരത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതിപ്പോൾ നമ്മൾ മാറ്റി വെക്കുന്നു കോറിയിട്ട്. ഇത് ഏകദേശം നമ്മളൊരു 10 കിലോ അരിയും ഒരു 6 കിലോ ചിക്കൻ്റെയും ബിരിയാണിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ 1 നില വാർപ്പിന് വേണ്ടിയിട്ട് നമ്മൾ വെട്ടുന്നു. ഇത് പൂത്താത്താൻ്റെ സ്പെഷ്യൽ ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി. നമ്മളെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു 100-200 ആളുടെ പരിപാടികൾക്കൊക്കെ പൂത്താത്ത തന്നെയാണ് നമ്മൾ. എല്ലാവരും സഹായിക്കും. അതിൽ നമ്മൾ ബിരിയാണിയുടെ ചോറ്, അതായത് നെയ്ച്ചോറാക്കി വെക്കാൻ വേണ്ടി പോവാണ്. അതേ എണ്ണയിൽ തന്നെ RKG ഒഴിച്ചു. RKG ഒഴിച്ച് ഇനി നെയ്ച്ചോറിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റിയെടുക്കും. ഇതൊന്ന് വഴറ്റുന്നത് വരുമ്പോൾ അതിൽ തന്നെ കുറച്ച് കറുകപ്പട്ട, ഗ്രാമ്പു, ഏലം ഒക്കെ ഇട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിക്കും. അതായത് 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളം. അങ്ങനെയാണ് നെയ്ച്ചോറ് ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ അരിക്ക് 2 ലിറ്റർ വെള്ളം അതൊഴിക്കും. ഇപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അങ്ങനെ ചെറിയ പരിപാടിയൊക്കെ ഇപ്പം നമുക്ക് 2 ആൾക്കോ 3 ആൾക്കോ അങ്ങനെയുള്ള ചെറിയ പരിപാടിക്കൊക്കെ ആണെങ്കിൽ ആ ഒരളവിലെടുക്കും. ഇപ്പോൾ വെള്ളം ഒഴിച്ചു. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. നമ്മൾ അരി കഴുകി അതവിടുന്ന് വെള്ളം തിളക്കുന്ന സമയത്ത് അരി കഴുകാൻ വേണ്ടി വെച്ചു. അരി നന്നായിട്ട് കഴുകി ഊറ്റി എടുക്കുകയാണ്. ഇപ്പോൾ ഇത് ജീരകശാല അരിയാണ്. തലശ്ശേരി ദം ബിരിയാണിയൊക്കെ വെക്കുക ഈ ജീരകശാല അരിയിലാണ്. ഇതിന് തന്നെ കയമ അരി, ജീരകശാല അരി, ബിരിയാണി അരി, അങ്ങനെ പല, നെയ്ച്ചോറ് അരി, അങ്ങനെ പല പേരിലും പറയും. ഈ ചെറിയ അരിയാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകി വെള്ളം വാർന്ന് വരുന്നുണ്ട്. ഇനി അത് നമ്മൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നു.
ഇതിപ്പോൾ തിളച്ച് വരുമ്പം തന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് നുള്ളി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് വെള്ളം വറ്റി വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇതിപ്പം അടുപ്പായതുകൊണ്ട് കനലിൽ വെച്ച് ഏകദേശം നന്നായിട്ട് 10 മിനിറ്റോളം വെക്കുന്ന സമയത്ത് നെയ്ച്ചോറായി വന്നു. നെയ്ച്ചോറായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. എന്തിനാണ് ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിഭാഗത്തുള്ളത് കൂടുതൽ വന്നിട്ടുണ്ടാവും, മേലെ ഭാഗം വിറവ് കുറവായിരിക്കും. അതുകൊണ്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ് മാറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിച്ചു പോകും. എന്നിട്ട് നന്നായിട്ട് നെയ്ച്ചോറ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇത് മാറ്റി വെച്ച് മസാല ഉണ്ടാക്കി മസാലയുടെ മേലെയാണ് ദം ചെയ്യുക. പക്ഷേ ഇത് നമ്മളിവിടെ ചെയ്യുന്നത് മാറ്റി വെച്ചിട്ട് നമ്മൾ അത് ബിരിയാണി മിക്സ് ആക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് മാത്രമാണ് ദം വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നോൺ വെജ് കഴിക്കുന്നവരുണ്ട്, അതായത് ഇറച്ചി കഴിക്കാത്തവർ, അവർക്ക് വേണ്ടിയിട്ട്. കാരണം ഇതിൽ ഫുള്ള് നമ്മൾ ദം ഇട്ട് കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഇറച്ചി കഴിക്കാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റായിട്ട് രണ്ടും സെപ്പറേറ്റാണ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ ബിരിയാണി മിക്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ബിരിയാണി മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിന് ഇത് വേറൊരു ചെമ്പിലേക്ക് മാറ്റുന്ന സമയത്ത് ലെയറായിട്ട് ആദ്യത്തെ ലെയർ ഇടും. അതിൻ്റെ മുകളിൽ യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട്, അത് ചെറുനാരങ്ങ നീരിൽ മിക്സ് ചെയ്യും. എല്ലാ യെല്ലോ ഫുഡ് കളർ ഇല്ലാത്തവർ നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാലും മതി. മഞ്ഞൾപ്പൊടി 2 ചെറുനാരങ്ങയുടെ നീരിൽ നന്നായിട്ട് മഞ്ഞ കളറാക്കിയിട്ട് അത് അതിൻ്റെ മുകളിലിടും. പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് വറുത്ത് മാറ്റി വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി അത് അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ലെയറായിട്ട് ഇട്ടു കൊടുക്കും. അതിൻ്റെ മുകളിൽ കുറച്ച് ബിരിയാണി മസാല, അതായത് ഗരം മസാല, അത് നമ്മൾ പൊടിച്ച് വെച്ചത് അതിന് മുകളിൽ ആ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ഒരു ലെയർ ഇടും. ഇതിപ്പോൾ നമ്മൾ ബിരിയാണി മസാലയാണ് ഇട്ടത്. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ചോറ് ഒരു ലെയറാക്കും. ആ ചോറ് ലെയറാക്കിയതിന് ശേഷം വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും ഇടും. അങ്ങനെ ഫുള്ളായിട്ട് ദം ഇടും. അപ്പം ബിരിയാണി റൈസ് ഉണ്ടാക്കി വെച്ചു. ഇനി ഇതിൽ നിന്ന് ഫുൾ മിക്സ് ചെയ്തിട്ട് ഒരു പോർഷൻ എടുത്തിട്ട് നമ്മൾ മസാലയുടെ മുകളിൽ ദം ഇടും. ഇറച്ചി കൂട്ടാത്തവർക്ക് ഇത് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് ദമ്മിട്ട ബിരിയാണിയും കൊടുക്കും. രണ്ടാമത്തെ ലെയർ നമ്മൾ ഇടുന്നു. നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ലെയർ ചോറിടുന്നു, അതിൻ്റെ മുകളിൽ കളർ ഒഴിക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളി വറുത്തതും അണ്ടിപ്പരിപ്പ് വറുത്തതും മുന്തിരി വറുത്തതും ഇട്ട് കൊടുക്കും. കുറച്ച് ബിരിയാണി മസാല, ഗരം മസാല അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കും. അതിന് മുകളിൽ വീണ്ടും ചോറ്. ഇത് ചോറ് തീരുന്നത് വരെ ഇതേ പരിപാടി ആവർത്തിച്ചുകൊണ്ടിരിക്കും.
ഇത് ഫുൾ ചോറ് നമ്മൾ മസാലയെല്ലാം ഇട്ട് ലെയറാക്കി വെച്ചു. ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുക, നന്നായിട്ട് ടൈറ്റാക്കി അടച്ചു വെക്കുക. അതിനുശേഷം നമ്മളത് തുറന്നിട്ട് ചോറും ഈ മഞ്ഞൾ കളറും ഒക്കെ മിക്സാക്കി എടുക്കുക. അപ്പോഴാണ് നമുക്ക് ബിരിയാണി റൈസായി കിട്ടുന്നത്. ഇത് നമ്മൾ ബിരിയാണി റൈസ് ആക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് മുഴുവൻ ഓരോന്നോരോന്നായിട്ട് ദമ്മ് പൊട്ടിക്കാൻ പറയും. സാധാരണ ബിരിയാണിയുടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദമ്മ് പൊട്ടിക്കുന്ന പരിപാടിയാണിത്. പക്ഷേ ഇവിടെ നമ്മൾ ദമ്മ് ഇടാത്തത് കൊണ്ട് ദമ്മ് പൊട്ടിക്കൽ എന്ന് പറയാൻ പറ്റില്ല. നമ്മളത് മിക്സാക്കണം. ഇങ്ങനെയും ചെയ്യുക, സാധാരണ ദമ്മ് പൊട്ടിക്കുന്ന മിക്സാക്കിയിട്ട് ചെയ്യാം. ദമ്മ് പൊട്ടിക്കുന്ന സമയത്ത് അടിയിൽ മുഴുവൻ മസാലയായിരിക്കും. ഇതിൽ നമ്മളത് ചെയ്യാത്തത് കൊണ്ട് ഇതിൻ്റെ അടിയിൽ മസാല ഉണ്ടാവില്ല. നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ വേറൊരു പോർഷൻ എടുത്തിട്ടാണ് ദം ഇടുന്നത്. അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. മുഴുവൻ നമ്മൾ ദമ്മ് പൊട്ടിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ബിരിയാണിക്കുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഏകദേശം 6 കിലോ ചിക്കൻ ഉണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി ഇതിൽ മസാല ഇട്ടിട്ട് നമ്മളത് വേവിച്ചെടുക്കാൻ വേണ്ടി പോകണം. ഇതിൽ ആദ്യം മഞ്ഞൾപ്പൊടി ഇടുന്നു, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത് നമ്മൾ ഫ്രൈ ആക്കുന്നത് പോലെ ഏകദേശം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഒരുപാടുള്ളതുകൊണ്ട് സാധാരണ ഇതെല്ലാം ഒന്നിച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് അതിൻ്റെ അകത്ത് തന്നെ വേവിച്ചെടുത്ത് മസാലയൊക്കെയാണ് ചെയ്യുന്നത്. തലശ്ശേരി ദം ബിരിയാണിക്കൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്നത് ഇതുപോലെയാണ്. കാരണം വേവ് ഈവണായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് ആദ്യം തന്നെ വേവിച്ചെടുക്കുക. ഇതിലെല്ലാം മസാലയെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കുറച്ച് സമയം. ഈ മസാലയൊക്കെ ഈ ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത് മസാല നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഒരു 100 ഗ്രാം ഇഞ്ചി, ഒരു 100 ഗ്രാം വെളുത്തുള്ളി, ഇത് നന്നായിട്ട് തൊലിയൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും ഒരു 50 ഗ്രാം പച്ചമുളക് നന്നായിട്ട് മിക്സിയിൽ ഇതുപോലെ തന്നെ അടിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ആക്കിയിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ മസാല പുരട്ടി വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഒരു മിനിമം അരമണിക്കൂറെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാലയൊക്കെ ഈ ഇറച്ചിയിൽ പിടിച്ച് വരും. അതിനുശേഷം നമ്മൾ നേരത്തെ കനൽ എടുത്ത് വെച്ച് അടുപ്പിലേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഇറച്ചിയിൽ നിന്ന് വെള്ളം ഉണ്ടാവും. കുറച്ചൊന്ന് ചെമ്പ് അടി പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും.
ഏകദേശം വെന്ത് വരുമ്പോൾ നന്നായിട്ട് ഈ തീ ഒന്ന് ഓഫാക്കിയിട്ട് നന്നായിട്ട് കണലിൽ വെക്കുക. അതേസമയത്ത് നമ്മളൊരു 1 കിലോ തക്കാളി, ഒരു 2 കിലോ ഉള്ളി, ഇതൊക്കെ മസാലയ്ക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇട്ട് നന്നാക്കി വഴറ്റിയെടുക്കുക. ഇതിപ്പം ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പം ചിക്കൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി ഇടുക. നന്നായിട്ട് വഴറ്റുക. ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഏകദേശം വെന്ത് വരുന്ന സമയത്ത് അതിൽ നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പച്ചമുളക് അത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഏകദേശം വെന്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കറിവേപ്പില, പിന്നെ പുതിനയില, മല്ലിയില എല്ലാം നുറുക്കി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് നന്നാക്കി ഇളക്കുക. കൂടെ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കുക. അത് മസാലയുടെ സ്മെല്ലും രുചിയും വരാൻ വേണ്ടിയിട്ടാണ്.
നോൺ വെജിൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ നേരത്തെ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തു. അതിന് മുകളിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് വിതറിയതിന് ശേഷം വീണ്ടും കുറച്ച് 2-3 ലെയറായി ഇട്ടിട്ട് നന്നായിട്ട് ദമ്മിട്ട് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ് ചെറിയ കനലിൽ ഒരു ജസ്റ്റ് ചൂടിന് വേണ്ടി മാത്രം അതിട്ട് വെച്ച് നന്നായിട്ട് ദമ്മിട്ട് ആയതിനു ശേഷം ഇത് ഇളക്കിയിട്ട് നമ്മൾ ഈ മുകളിലുള്ള ചോറ് മാറ്റി വെക്കുക, കോരിയെടുക്കുക. അപ്പോഴടിയിൽ കുറച്ച് മസാലയുടെ നീരും ഇതൊക്കെ ആയിട്ട് കുറച്ച് ചോറ് ബാക്കിയുണ്ടാവും. ആ ചോറ് നന്നായിട്ട് മസാലയിൽ മിക്സ് ആക്കി കൊടുക്കുക. അത് നമുക്ക് ബിരിയാണിയുടെ മസാലയായിട്ട് ഉപയോഗിക്കും. ഇതിപ്പോൾ അടിപൊളി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. വായിൽ വെള്ളം ഊറുന്ന വിധത്തിലുള്ള തലശ്ശേരി ദം ബിരിയാണി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ ബിരിയാണി തിന്നാൻ തോന്നുന്നില്ലേ? സൂപ്പർ ടേസ്റ്റാണ്. ആ ഇറച്ചിയും ആ മസാലയുടെ നീരും അതിൻ്റെ സ്മെല്ലും ഒക്കെ ആയിട്ട് സൂപ്പർ മസാലയുമാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഗുണമുണ്ട്. ഒന്ന്, വെജിറ്റേറിയൻ ആൾക്കാർക്കും ബിരിയാണി കഴിക്കാൻ പറ്റും. നോൺ വെജ് ആയിട്ടുള്ളവർക്ക് ദമ്മിട്ട ബിരിയാണി. രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. അതിനകത്തുനിന്ന് 2 പീസ് എടുത്ത് പ്ലേറ്റിലേക്ക് ഇടുക. കുറച്ച് ചോറും മസാലയൊക്കെ മിക്സ് ആയിട്ടുള്ള ബിരിയാണി മസാല അതിൻ്റെ മുകളിൽ മിക്സ് ചെയ്യുക. അതിന് മുകളിൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച ബിരിയാണി റൈസ് നന്നായിട്ട് ദമ്മ് ചെയ്ത് വിളമ്പുക. എല്ലാ സൈഡും ഒന്ന് നല്ല ഡിസൈനാക്കി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് ചൂടോടെ അടിപൊളിയായിട്ട് കഴിക്കാം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിമ്മൂസ് വേൾഡ്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നമ്മളിതുപോലെ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും.